ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. അപ്പോൾ ആ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉണക്കമുളക് പൊടിച്ചത്, കുരുമുളക് പൊടി, പുതിനയില, മല്ലിയില, വറുത്തെടുത്ത കിസ്മസ്, കാഷ്നട്ട്, സവാള, കുറച്ച് നാരങ്ങാനീര്, തൈര്, വെള്ളം. ഇനി നമുക്കെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ചിക്കനെ നന്നായി തേച്ച് പിടിപ്പിക്കാം. ഇനി ചിക്കൻ ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് ചോറ് എങ്ങനെയാണ് റെഡിയാക്കണേന്ന് നോക്കാം. പിന്നെ ഒരു പാത്രത്തിലേക്ക് വെള്ളം എടുക്കാം. ഇതിനകത്തേക്ക് ബേ ലീവ്സ്, സ്പൈസസ്, ഗീ, സോൾട്ടും റൈസും ആഡ് ചെയ്ത് വേവിച്ചെടുക്കുക. സവാള ഫ്രൈ ചെയ്തെടുത്ത വെളിച്ചെണ്ണയിൽ കുറച്ച് ഗീ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് വേവിക്കുക. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് സവാള വെതറിയിട്ട് മിക്സ് ചെയ്യുക. ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ചിക്കൻ്റെ ഗ്രേവിക്കായി നമ്മൾ നേരത്തെ എടുത്ത ജാറിൽ തന്നെ സവാള, വെളുത്തുള്ളി, തക്കാളി, മല്ലിയില, സവാള വറുത്തത്, പിന്നെ മസാലപ്പൊടി എന്നിട്ട് അരച്ച് ചിക്കനിലേക്ക് ചേർക്കുക. ഇനി അത് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് സവാള ഫ്രൈ ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന റൈസ് അതിൻ്റെ മുകളിലേക്ക് ഇടുക. അതിൻ്റെ മുകളിൽ കുറച്ച് ഫ്രൈ ചെയ്ത സവാളയും കിസ്മസും കശുവണ്ടി ഇട്ട് കൊടുത്ത് മൂടി വെച്ച് 10 മിനിറ്റ് ചെറിയ ചൂടിൽ വേവിക്കുക. മൂടി തുറക്കുമ്പോൾ നമ്മുടെ ബിരിയാണി റെഡി. ഇനി നമുക്കിതെല്ലാവർക്കും കൊടുക്കാം. ആദ്യം ഞാൻ തന്നെ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ടാറ്റ, ടേക്ക് കെയർ.